ചേർത്തലയിലെ ഒരു ഹോട്ടലിലാണ് നമ്മൾ ഒരു വിവാദമായിട്ടുള്ള ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അത് അവരുടെ അറിവോട് കൂടിയാണ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഉം. അപ്പോൾ അതിൽ വിഷുക്കണിയായിട്ട് അവർ ശ്രീകൃഷ്ണന് മന്തിയാണ് ഉം. നൽകിയിരുന്നത് ആ ഒരു പോസ്റ്ററിൽ. ഉം. അപ്പോൾ ഇത് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ തോളിൽ കെട്ടാൻ കഴിയുമോ? ഒരുപാട് പേര് വാദിക്കുന്നത് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ തോളിൽ കെട്ടാൻ കഴിയും, എല്ലാ മതങ്ങളും വിമർശിക്കപ്പെടേണ്ടതല്ലേ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? എങ്കിൽ പിന്നെ എന്തിനാണ് ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലം ഉം ഉം. ക്ഷേത്രം ഇരുന്ന സ്ഥലമാണെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് ഡയറക്ടറായിട്ടിരുന്ന കെ മുഹമ്മദ് എന്ന് പറയുന്ന തനി മുസ്ലിം, അതായത് ശുദ്ധനായ മുസ്ലിം, ഒരു കാപഠ്യവും ഇല്ലാത്ത മുസ്ലിം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ അയോധ്യ ക്ഷേത്രം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ബഹളമുണ്ടാക്കിയത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചില ഫണ്ടമെൻ്റലിസ്റ്റുകളും എല്ലാം കൂടെ ചേർന്ന് അയൽ രാജ്യത്തും ബഹളമുണ്ടാക്കി, അയൽ രാജ്യങ്ങളിലും ബഹളമുണ്ടാക്കി. എന്തിനായിരുന്നു? അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവിടെ ഇല്ലാതാവുകയാണോ? പിന്നെന്തിനാ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ അത് വർഗീയമാണെന്ന് പറയുന്നത് എന്തിനാ? ഒരു സമൂഹത്തെ മാത്രം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണോ എന്നാണ്, ആ ഒരു വാലിൽ കെട്ടുന്നത് ശരിയാണോ എന്നാണ് അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് ലവ് ജിഹാദ് എന്നുള്ള വാക്ക് മിണ്ടരുത് എന്ന് പറയുന്നത് ഒരുതരം ഫാഷിസമല്ലേ? കുന്തിരിക്കം കരുതിക്കോ എന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെ ഫാഷിസമാണ്. അതൊരു മതസ്വാതന്ത്ര്യമല്ലല്ലോ, അഹങ്കാരമല്ലേ അത്? ഫാഷിസ്റ്റ് നിന്നെയൊക്കെ താക്കീതല്ലേ അത് കൊലവിളിയല്ലേ, കൊലവെറിയല്ലേ? ഇതൊക്കെയല്ലേ നമ്മൾ. അതെന്താ പറയുമ്പോൾ എന്താ പേടി? അത് പറയുമ്പോൾ നമ്മൾ ഫാക്ട്സിനെ ഫാക്ട്സായിട്ട് തന്നെ നേരിടുക. എന്താ ഇത്? ആഗോളമായിട്ട് നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ ചില അലയൊലികൾ മതേതര രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിലും നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇതിനെതിരാണ്, പക്ഷേ അവരിതിൽ പേടിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. ഭൂരിപക്ഷം എതിരാണെന്ന് നമുക്ക് പറയാൻ കഴിയൂ. കാരണം നമുക്കറിയാം, ഈ പറയുന്ന പല കാര്യങ്ങളിലും ഇപ്പോൾ ഹമാസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അവരതിനൊക്കെ സപ്പോർട്ടല്ലേ? ഹമാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊമീനിക്ക് സപ്പോർട്ട്, ഒരു വലിയൊരു സമൂഹം ഇതിനൊക്കെ സപ്പോർട്ടല്ലേ? അപ്പോൾ ഭൂരിപക്ഷം ഇതിനെതിരാണെന്നുള്ള അഭിപ്രായം ശരിയാണ്. ഖമനേയിക്ക് എന്ന് പറഞ്ഞാൽ ഖമനേയിക്ക് ഞാനും സപ്പോർട്ടാണ്. കാരണം ഒറ്റപ്പെട്ട ഒരു രാഷ്ട്രത്തെ രണ്ട് മഹാരാഷ്ട്രങ്ങൾ, പിന്നെ യുദ്ധതന്ത്ര വിദഗ്ധരായിട്ടുള്ള രണ്ട് രാഷ്ട്രങ്ങൾ ഹമാസിന് സപ്പോർട്ടാണ്. അതെ ഞാൻ ഹമാസിന് സപ്പോർട്ടില്ല, ഞാൻ പാലസ്തീനിന് സപ്പോർട്ടാണ്. ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇവിടെ അവരുടെ വ്യക്തികൾ സപ്പോർട്ട് ചെയ്യുന്നത് ഹമാസിനെയാണ്. ഹമാസ് പ്രതിരോധമാണെന്നാണ് പറയുന്നത്. അവരാരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, അവരുടെ ആ സംസ്കാരത്തിൻ്റെ നോക്കൂ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഗൾഫ് രാജ്യങ്ങളെന്ന് പറയുന്നവർക്ക് തൊട്ടടുത്തുള്ളതാണ്. ഗൾഫിലെ ഏതെങ്കിലും ഒരൊറ്റ സിവിലിയന് നേരെ ഒരു പ്രതികാരം ചെയ്തോ? ഇസ്രായേൽ 175 പെൺകുട്ടികളെ അവിടെ കൊന്നപ്പോൾ അതിന് പകരമായിട്ട് അവർക്ക് എത്തുന്ന ദൂരം എന്ന് പറയുന്ന ഗൾഫാണ്. ഏതെങ്കിലും ഒരു ഇവർ ഷിയ മുസ്ലിങ്ങളാണ് ഇറാൻ, അതാണ് വ്യത്യാസം. സുന്നി മുസ്ലിങ്ങളാണ് മറ്റിടത്ത്. ഏതെങ്കിലും ഒരു പള്ളിയിലേക്കോ പള്ളിക്കൂടത്തിലേക്കോ ഏതെങ്കിലും ഒരു മിസൈൽ അവരായിരുന്നു അറിയാതെ പോലും വീണിട്ടുണ്ടോ? ഇല്ല. അയച്ചത് മുഴുവൻ അമേരിക്കൻ ബേസുകളിലേക്കാണ്. ഇപ്പോൾ ഭീകര രാഷ്ട്രമെന്ന് എങ്ങനെ പറയാൻ പറ്റും? പാകിസ്ഥാനേക്കാൾ പരിശുദ്ധമായ രാഷ്ട്രമാണ് ഇറാൻ. പാകിസ്ഥാൻ എന്ത് തോന്നിവാസങ്ങൾ, അതിർത്തിയിൽ 10 പട്ടാളക്കാരുടെ തലയറുത്ത് വെച്ച രാഷ്ട്രമല്ലേ പാകിസ്ഥാൻ? പഹൽഗാമിൽ പുരുഷന്മാരുടെ തുണി പരിശോധന നടത്തി അവരുടെ രഹസ്യഭാഗങ്ങൾ പരിശോധിച്ച് മുസ്ലിം ആണോ എന്ന് വിലയിരുത്തി കാളിമ ചൊല്ലാനും പറഞ്ഞിട്ട് കൊന്ന ആ വൃത്തികേട് കാണിച്ചോ ഇറാൻ എപ്പോഴെങ്കിലും? മതത്തിൻ്റെ പേരിൽ ആരെങ്കിലും കൊന്നോ? നമ്മൾ എന്താ പിന്നെ ഈ പറയുന്നത്? ഭീകരത. മുംബൈയിലേക്ക് വള്ളത്തിൽ ആളിനെ കയറ്റി വിട്ടിട്ട്, ബോട്ടുകളിൽ ആളിനെ കയറ്റി വിട്ടിട്ട് നഗരനിരത്തുകളിൽ നിന്ന പാവങ്ങളെ കൊന്നുകൂട്ടിയ കസാബും കൂട്ടരും മറന്നുപോയോ നമ്മൾ? അങ്ങനെ എന്തെങ്കിലും ഇറാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. അവർക്ക് പിന്തുണ നൽകുന്ന നിലപാട് ശരിയാണ്. അവർക്ക് പിന്തുണ നൽകുന്ന നിലപാട് ശരിയാണ്. ഞാൻ പിന്തുണ നൽകുന്നതിന് ഞാൻ അതുമായിട്ടല്ല ഞാൻ പറയും. ഇറാൻ അതിൻ്റെ ഡിഫൻസിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിൽ ഇസ്രായേൽ കാണിച്ച പോലുള്ള തെമ്മാടിത്തങ്ങൾ, ഹമാസിന് പിന്തുണ നൽകുന്നത് ഇസ്രായേൽ കാണിച്ച പോലുള്ള തെമ്മാടിത്തങ്ങൾ കാണിച്ചില്ല. 170 പെൺകുട്ടികളെ കൊന്ന്, ഏതെങ്കിലും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ കൊന്നിട്ടുണ്ടോ? ഇതിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ? ഭരണകൂടം നടത്തിയിട്ടില്ലേ? ഭരണകൂടം കൊലപ്പെടുത്തിയിട്ടില്ലേ? ഭരണകൂടം അവരുടെ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര കാര്യമാണ്. അതിൽ നമ്മളാരെ ഇടപെടാൻ? അല്ല, നമ്മുടെ ഇന്ത്യയെ പറ്റി അങ്ങനെ പറയാം. കൊലപ്പെടുത്തിയ നടപടികളോട് നമ്മൾ ശരി ഒരു ഐക്യത, അതിന്റെ കാര്യമല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇറാൻ യുദ്ധത്തെ എങ്ങനെ നേരിട്ടു എന്നുള്ള കാര്യമല്ലേ? അവർ വിജയിക്കുകയും ചെയ്തു. ആ ഒരു യുദ്ധത്തിന്റെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചെയ്ത എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുന്നില്ല, പിന്തുണച്ചിട്ടുമില്ല. യുദ്ധത്തിന്റെ കാര്യത്തിൽ യുദ്ധകാലത്ത് അവർക്ക് തെറ്റിയിട്ടില്ല, വ്യാകരണ പിശകുകൾ ഉണ്ടായിട്ടില്ല, കൊച്ചുകുട്ടികളെ കൊന്നിട്ടില്ല. 2500-ലധികം പേരെയാണ് ലെബനനിൽ കൊന്നത്, നിരപരാധികളെ. ഇസ്രായേൽ അത് ഭീകരതയല്ലേ? നമ്മൾ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് അവർ ബോധപൂർവം ചെയ്തതാണെന്ന് തോന്നുന്നുണ്ടോ? അതോ
ഈ പറയുന്ന പോലെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാനും വ്യവസായിക അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു എന്താണ് തങ്ങളുടെ ഒരു സെയിൽസ് കൂട്ടാൻ വേണ്ടി ഉം. മാത്രമാണോ അവരുടെ, അതോ അവർക്ക് ഇതിന് പിന്നിൽ ദുരുദ്ദേശം പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമ്മളിപ്പോ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ അല്ലല്ലോ, അല്ലല്ല. മന്തിയല്ലേ പറഞ്ഞു വന്നത്. മന്തിയാണ് പറഞ്ഞു വന്നത്. മന്തിയിലേക്ക് തിരിച്ചു പോവാം. ഉം. അപ്പൊ എൻ്റെ വാദം ഇത്രയേ ഉള്ളൂ, ഇറാൻ എടുത്ത ഇത് കാര്യത്തിൽ ഭീകരവാദം ഒന്നും അടങ്ങിയിട്ടില്ല. അവരുടെ രാജ്യത്തിന്റെ ഡിഫൻസ്, അവരുടെ മതഭരണമാണോ ജനാധിപത്യ ഭരണമാണോ അത് തീരുമാനിക്കേണ്ട അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഇന്ത്യയിൽ ഏത് ഭരണ സമ്പ്രദായം വേണമെന്ന് എനിക്ക് നമ്മളെന്ന് പറയുന്നത് പോലെ അവർ തീരുമാനിക്കുക. അവരുടെ ജനങ്ങൾ തീരുമാനിച്ച പെസസ്കിയാൻ ഉണ്ടായിരുന്നല്ലോ പ്രസിഡന്റായിട്ട്. എന്തേ പെസസ്കിയാൻ ഉണ്ടായിരുന്നല്ലോ നമ്മളെ പ്രസിഡന്റായിട്ട്. മന്തിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ പറയുന്ന പോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ തണലിൽ കെട്ടാൻ കഴിയുമോ, അതോ ഇതൊരു പക്കാ മതം തന്നെയാണോ? ഇത് ഞാൻ പറയുന്നത് ആഗോള തലത്തിൽ നടക്കുന്ന ഭീകരവാദം ഷിയ മുസ്ലിങ്ങളല്ല നടത്തുന്നത്. ഷിയ മുസ്ലിങ്ങൾ ഏറെക്കുറെ സൂഫിസവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്, സന്യാസവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. സന്യാസത്തെ ദർഗകളൊക്കെ അവരുടേതാണ്. ആ ഒരു അല്ല, സംസ്കാരത്തിലെ കേരളത്തിൽ ഷിയ മുസ്ലിങ്ങൾ ഇല്ലല്ലോ, കേരളത്തിലും ഉണ്ട് വളരെ ഷിയ കമ്പാരിറ്റീവ് മുസ്ലിം. ന്യൂനപക്ഷം അവർ മാത്രമല്ല. ലോകത്തെമ്പാടും വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹമാണ് ജൂത സമൂഹത്തെ. അല്ല, നമ്മളെ മന്തിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മന്തിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ തെമ്മാടിത്തരങ്ങൾ നടത്തുന്ന ഷിയ മുസ്ലിങ്ങളല്ല, സുന്നി മുസ്ലിങ്ങൾ, ഉം. വഹാബി സുന്നി മുസ്ലിങ്ങൾ തന്നെയാണ്. ഇത് വളരെ വ്യാപകമായിട്ട് നാടുകൾ നടക്കുന്ന ഒരു വരിക. അവരിൽ തന്നെ എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, ന്യൂനപക്ഷം ഇതിൻ്റെ സ്വാധീന വലയത്തിൽ പെട്ടിട്ടുണ്ട്. അത് ഈ വിഷുവിൻ്റെ സമയത്ത് ഇതിൻ്റെ പോസ്റ്റർ വന്ന് അത്ര യാദൃച്ഛികമൊന്നുമല്ല. അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ, ചേർത്തലയിലെ ഈ കടയുടെ ഉടമ തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ അബദ്ധം പറ്റിപ്പോയെന്ന്. റെസ്റ്റോറന്റ് എന്നാണ് പറയുന്നത്. കാരണം അവിടെ കഴിക്കുന്നത് ഭൂരിപക്ഷം പേരും ആരാണ്? ഹിന്ദുക്കളാണ്. അവരുടെ സെയിൽസ് നടക്കണമെങ്കിൽ ഹിന്ദുക്കള്. അങ്ങനെ നമുക്ക് കണക്കൂട്ടാൻ കഴിയും. കാരണം സംശയം എന്താ അതിലെ, മഹാഭൂരിപക്ഷം കേരളത്തിലും ഹിന്ദുക്കൾ തന്നെയാണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരെ തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്കാരെ ന്യൂനപക്ഷം എന്നും പറഞ്ഞിട്ട് അതിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ ആ കാര്യത്തിൽ. ഇപ്പോൾ ഉച്ചയ്ക്ക് ആരെങ്കിലും ഊണ് കഴിക്കാറുണ്ടോ? എല്ലാവർക്കും ഒന്നീ ബിരിയാണി അല്ലെങ്കിൽ മന്തി. ഈ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ട് കഴിഞ്ഞു, നമ്മൾ അറിയാതെ തന്നെ മാറ്റപ്പെട്ട് കഴിഞ്ഞു. ശവങ്ങൾ തിന്നുന്ന ആൾക്കാരായിട്ട് കേരളീയരെ മാറ്റിക്കഴിഞ്ഞു, മാറപ്പെട്ട് കഴിഞ്ഞു. അല്ല, അപ്പോൾ ഈ ഒരു സമൂഹത്തിന്റെ പണം വാങ്ങിയിട്ട് തന്നെ ഈ ഒരു സമൂഹത്തിന്റെ സംസ്കാരങ്ങളെ അത് ഈ പറയുന്ന പോലെ സംസ്കാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശൈലി കണ്ടുവരുന്നുണ്ടോ? ഉണ്ട്. നമ്മുടെ സംസ്കാരം തന്നെ ഞാൻ പറഞ്ഞ ആഹാരശീലം തന്നെ നമ്മൾ പാടെ മാറ്റിക്കഴിഞ്ഞു. ഇത് ഞാൻ പറയുന്നു, ആ ഒരു സമൂഹത്തിന്റെ കഴിവല്ലേ ഏതൊരു മേഖലയിലും ബിസിനസ് വ്യാപിപ്പിക്കാനും ബിസിനസ് വളർത്താനും ആ ഒരു സമൂഹത്തിനുള്ള ഒരു കഴിവ് ഈ ഹിന്ദു സമൂഹത്തിന് ഇല്ലാതെ പോയതിൽ നമ്മൾ ഖേദിച്ചിട്ട് കാര്യമുണ്ടോ? ഖേദിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖേദിച്ചിട്ടൊരു കാര്യമില്ല. പക്ഷേ പ്രതിഷേധിക്കേണ്ട അടുത്ത് പ്രതിഷേധിക്കണം. അതായത് ഉണ്ണി അപ്പം എന്ന് പറയുന്ന ഒരു സാധനം, ആ ഉണ്ണിയപ്പവും അതുപോലെ തന്നെ പാൽപ്പായസവുമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഇഷ്ടഭോജ്യങ്ങൾ. ആ ഇഷ്ടഭോജ്യങ്ങൾ എന്നിരിക്കെ അദ്ദേഹത്തിനെ മന്തി തീറ്റിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് ആര് കൊടുത്തു? മതത്തെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ മതത്തെ വിമർശിക്കുക. അത് വളരെ ജനാധിപത്യപരമായിട്ടുള്ള വിമർശനം, ഫാസിസ്റ്റ് വിമർശനമല്ല. പക്ഷേ കൃഷ്ണനെ മന്തി തീറ്റിപ്പിക്കുക എന്ന് പറയുന്നത് ഫാഷിസ്റ്റ് രീതിയിലുള്ള ഒരു പ്രതികരണമാണോ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒറ്റപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ വരുമ്പോൾ അതിനെ നമുക്ക് ഒറ്റപ്പെട്ട മറ്റു പല സംഭവങ്ങൾ ഏതൊക്കെയാണ് ഇതുപോലെ? ഗുരുവായൂരിൽ ഗുഹ്യഭാഗത്തെ രോമം കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്നു പ്രദർശിപ്പിച്ചു. അത് അസറത്ത് പാൽ പള്ളിയിലെ ഒരു എന്നിട്ട് അതിനുശേഷം ആ വ്യക്തി എന്തോ മനോരോഗത്തിന് ചികിത്സയിലായിരുന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതിന്റെ ന്യായീകരണം പാകിസ്ഥാനിൽ ഇങ്ങനെ മനോരോഗിയെ ആണെന്ന് അറിഞ്ഞിട്ടും അവിടെ മതനിന്ദയുടെ പേരിൽ ആ ഒരു ക്രിസ്ത്യൻ സ്ത്രീയെ ആൾക്കൂട്ടം തച്ചു കൊന്നു. കേരളത്തിൽ അത് സംഭവിച്ചില്ല. എന്താ കാര്യം? നമ്മുടെ സനാതന സംസ്കാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്നും നശിപ്പിക്കാൻ പറ്റുന്നതല്ല ഞങ്ങളുടെ ദൈവം എന്നുള്ള ബോധം വിവരം ഉള്ളത് കൊണ്ട് ആരെങ്കിലും ഒരു വട്ടൻ അല്ലെങ്കിൽ ഒരു ഭ്രാന്തം കാണിച്ചാൽ ഇത് നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള വിശാലമായ മനസ്കത കൊണ്ട്, അതുകൊണ്ടല്ല, പേടി കൊണ്ടല്ല. അങ്ങനെ ആരും ധരിക്കേണ്ടതില്ല. മറ്റു പലതും ഉണ്ടായിട്ടുണ്ട്. റജിൽ മാങ്കുട്ടി അമ്പലത്തിന്റെ മുമ്പിലല്ല, നടു റോഡിലിട്ടാണ് ആ വൃത്തികെട്ട പശുവിന്റെ ജീവൻ അപഹരിച്ചത്. അതുപോലെ തന്നെ പശുവിന്റെ കശാപ്പ് അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് നടത്തിയിട്ട് അതിന്റെ വേസ്റ്റ് അതിനകത്തേക്ക് എടുത്തെറിഞ്ഞ സംഭവങ്ങൾ മലബാറിൽ ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഘടിതമായിട്ടുള്ള നെറ്റ്വർക്ക് ആണെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും പല ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അത് ഒരു സംഘടിതമായിട്ടൊക്കെ ഇന്ത്യയിലല്ല ഇതിരുന്ന് സംഘടിപ്പിക്കുന്ന റിമോട്ടുകൾ FCRA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ അലയൊലി. ഇതൊക്കെ ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ കഴിവുകേടായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഒരിക്കലുമല്ല. അവരുടെ ശക്തിയായിട്ട്, ഇത് ഗാന്ധിജി പറഞ്ഞ പോലെ അവരുടെ ക്ഷമ എന്ന് പറയുന്നതാണ് ശക്തി, പ്രകോപനം എന്ന് പറയുന്നതാണ് ദൗർബല്യം.
അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതൊരു ഒരു ദൗർബല്യമല്ലേ? പാവപ്പെട്ട ക്രിസ്ത്യാനി സ്ത്രീയെ അപ്പൊ ഇതൊരു അടിച്ചു ദൗർബല്യമല്ലേ ശരിക്കും ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു ദൗർബല്യമല്ലേ? മറ്റു അല്ല, സമുദായങ്ങൾ സംഘടിതമായി നിൽക്കുന്നു, അവർക്ക് ഇത്തരം പ്രവർത്തികൾ നടത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് അവരുടെ കരുത്തല്ലേ? ദൗർബല്യം തല്ലിക്കൊല്ലുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ സംസ്കാരം, സനാതന സംസ്കാരം. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. ഇവിടെ കളിക്കുന്ന കളി എത്രയും കളിക്കുന്നത് CPM-ഉം കോൺഗ്രസും കൂടിയാണ്, പ്രകടന നയത്തിൻ്റെ ഭാഗമായിട്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ അത് രഹസ്യമായിട്ട് വയ്ക്കും, അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല. അതേസമയം നിസാരമായിട്ട് എന്തെങ്കിലും മറുഭാഗത്തേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മതപ്രചാരണം നടത്തുന്ന ആൾക്കാരെ ഒന്ന് അതിനെതിരെ ഒരു താക്കീത് ചെയ്താൽ, അതിനെതിരെ പോലീസോ നാട്ടുകാരോ താക്കീത് ചെയ്താൽ വലിയ പ്രശ്നമാക്കി അത് ആഗോളതലത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ലവ് ജിഹാദ് നടത്തി ഒരു കുടുംബം തന്നെ തകരുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ അത് വർഗീയത എന്ന് പറയുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന തരത്തിലാണ് CPM-ഉം കോൺഗ്രസും പ്രവർത്തിക്കുന്നത്. അയാൾ വർഗീയവാദി. അതിനെല്ലാം ജഡ്ജ്മെൻ്റലായിട്ടുള്ള കാര്യങ്ങളാണ്. ജഡ്ജ്മെൻ്റൽ അത് വർഗീയം എന്നുള്ളത് ജഡ്ജ്മെൻ്റാണ്. അവിടെ അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നുള്ള വസ്തുതാന്വേഷണമാണ് ശരിയായിട്ടുള്ള ഫാക്ച്വലായിട്ടുള്ള പ്രതികരണം. നമുക്കറിയാം, നമ്മുടെ കോതമംഗലത്ത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി കല്യാണം കഴിച്ചിട്ട് അവളെ മതം മാറ്റി മുറിക്കകത്തിട്ട് അടച്ചുപൂട്ടി മതം മാറ്റാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തി, അവരുടെ വീട്ടുകാരെ മുഴുവൻ മതം മാറ്റാൻ സമ്മർദ്ദം ചെലുത്തി, അവരതിന് സമ്മതിക്കാഞ്ഞപ്പോൾ അവരുമായിട്ടുള്ള സകല ബന്ധങ്ങളും, നിനക്കിനി അച്ഛനുമായിട്ടും ബന്ധമില്ല അമ്മയുമായിട്ടും ബന്ധമില്ലെന്ന് പറഞ്ഞ് അത് മുഴുവൻ അറുത്ത് കളഞ്ഞു. ഒരുതരം കശാപ്പാണത്. ഈ കശാപ്പിൻ്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ അവിടെ സംസ്കാരം മാറുക. ഈ പാഴ്സികളെന്ന് പറയുന്നത് പ്യുവർ വെജിറ്റേറിയൻസാണ്. ഞാനത് ധൈര്യപൂർവ്വം പറയുന്നു. ഗാന്ധിജി വെജിറ്റേറിയൻ ആയിരുന്നു. നമ്മൾ ശവം കഴിച്ചു കഴിയുമ്പോൾ ആ ശവത്തിൻ്റെ ഒരു സംസ്കാരം, ശവസംസ്കാരം എന്നല്ല നമ്മൾ പറയുന്നത്, അത്തരത്തിലുള്ളൊരു അഗ്രസീവ്നെസ്, അവരുടെ ശരീരത്തിലുള്ള ടോക്സിൻസ്, ഹോർമോൺസ് എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് വരിക. ആ തരത്തിലുള്ള ഒരു ടെൻഡൻസിയും ഒക്കെ വരും. നമ്മൾ മൃഗമായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ പറയുന്നതല്ല, ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കശാപ്പിന്റെ രാഷ്ട്രീയം അവസാനിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമയുടെ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങാം. ഇത്തരം തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. കശാപ്പ് നടത്തരുതെന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൂ. പക്ഷെ അല്ല, ഇങ്ങനെ അന്യമത നിന്ദ നടത്തുന്ന ഈ ഒരു സംസ്കാരം ഉപേക്ഷിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും സൗഹൃദത്തോടുകൂടിയും സമന്വയത്തിന്റെ പാതയിലേക്കും നീങ്ങാൻ കഴിയുന്ന ഒരു കേരളം എത്തട്ടെ. അല്ലെ? ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. പള്ളിയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഏതെങ്കിലും, അത് നമുക്കറിയാമല്ലോ, കൈവെട്ടിൻ്റെ കാര്യം തൊടുപുഴയില്ലേ, അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു പന്നി മാംസം പലരും കഴിക്കാറുള്ളൂ. ആ പന്നി മാംസം ഒരു പള്ളിയുടെ മുമ്പിലിട്ടാൽ മതി, ആർക്കും നിവേദിക്കണ്ട. കാരണം അവർക്ക് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നതാണല്ലോ. ഇട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ എന്തായിരിക്കും സ്ഥിതി? ഇതേ രീതിയിൽ മറ്റുള്ളവർ പ്രവർത്തിച്ചാൽ, ഇത് സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിച്ചതുമായ കാര്യമാണ്. കടയുടമ ഷമീർ ഖേദമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്, നല്ല കാര്യം തന്നെ. ആ ഖേദം പ്രകടിപ്പിച്ചാൽ നിൽക്കുമായിരുന്നു മറ്റുള്ളവരുടെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ഭാഗത്തുള്ള രോഷം? അവർ ഇപ്പം തന്നെ ന്യൂനപക്ഷങ്ങളിൽ മറ്റൊരു വിഭാഗം ക്രിസ്ത്യാനികളുടെ രോഷം എന്താകുമായിരുന്നു? അടങ്ങുമായിരുന്നു അത്. എന്തെല്ലാം ഇപ്പോൾ FCR എന്ന് പറയുന്ന ഭരണഘടനാപരമായിട്ടൊരു നിയമം കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു പ്രതികരണം? ഇങ്ങനെയൊക്കെ നടക്കും. അപ്പോൾ നോക്കൂ ഇപ്പോൾ സ്ത്രീകൾക്ക് എല്ലാ അവകാശങ്ങളും കൊടുക്കുന്ന, സ്വത്തിൻ്റെ കാര്യത്തിൽ പോലും കൊടുക്കുന്ന ഒരു മതമാണ് ഹിന്ദുമതം. ആ ഹിന്ദുമതത്തിലെ സ്ത്രീകൾക്കുള്ള അവകാശം നിഷേധിച്ചപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുമത വിഭാഗങ്ങൾക്കാണ്. BC OBC എല്ലാം ഉൾപ്പെടെയുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ. ഇതിന് വേണ്ടിപ്പോൾ ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ടത് ഈ സനാതന സംസ്കാരം കൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ തന്നെ നിലനിന്ന് പോരുന്നത് എന്നുള്ള മഹാപാഠത്തിലേക്കാണ് ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇത് കണ്ട് മനസ്സിലാക്കി, ഇതൊരു ദൗർബല്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ രാഷ്ട്രം ശിഥിലമാകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മഹാത്മാഗാന്ധിക്ക് ആ സനാതന സംസ്കാരം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവിടെ ഈ രാഷ്ട്രത്തിൽ ഈ കുഴപ്പം, രാജ്യം വിഘടിച്ചു പോയപ്പോഴും നമ്മുടെ മതസൗഹാർദ്ദം ഒരു ഉലച്ചിലും തട്ടാതെ ഈ 70 ആണ്ടുകൾക്ക് ഇപ്പുറവും നിലനിൽക്കുന്നതെന്നുള്ള വസ്തുത ഒന്ന് ഓർമ്മിച്ചാൽ ഇതുപോലെയുള്ള ഒരു മന്തി സംസ്കാരത്തിലേക്ക്, മതനിന്ദയിലേക്ക് നമ്മൾ